ഞാൻ കുറച്ച് ദിവസമായിട്ട് മറ്റേ വീട്ടിലിങ്ങനെ സ്റ്റെക്ക് മറ്റേ പുറത്തിറങ്ങൂല വാശി ഉള്ള പോലെ ആയിരുന്നു. നല്ല മഴ പെയ്തു, മിന്നലടിച്ച മിന്നൽ മുരളി, മിന്നൽ അഞ്ചു, മിന്നൽ മാളു. മാളു എന്ന് പറഞ്ഞ മിന്നൽ മഞ്ജു, മഞ്ജു മഞ്ജുവിന് പെട മെല്ലെ മെല്ലെ മെല്ലെ. ഞാനും മാളും ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ട് ഒരു മഴയൊക്കെ വരാനുള്ള ഒരു മൂഡുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മാളുവിന്റെ പ്ലാൻ, ലെറ്റ്സ് ഗോ സ്വിമ്മിംഗ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് മറ്റേ വീട്ടിലിങ്ങനെ സ്റ്റെക്ക് മറ്റേ പുറത്തിറങ്ങൂല വാശി ഉള്ള പോലെ ആയിരുന്നു. ഇന്ന് ഞാന് ഗിവിങ് ഇൻ ടു മൈ സപ്രഷൻ പോവാൻ. അപ്പൊ നമുക്ക് കാണാം. മാള് ഒന്നുമില്ല, ഡ്രസ്സൊന്നുമില്ല അവക്ക്. അങ്ങനല്ല, ഞാൻ എന്തെങ്കിലും ഇല്ല, നമുക്ക് സെറ്റ് ആക്കാം. ഏട്ടല്ലാളായിട്ട് ജിമ്മിൽ പോവല്ലേ? ഓക്കെ ബൈ. ഞാൻ അതാ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു, കുറെ ദിവസമായി പുറത്തിറങ്ങിയിട്ട്. അപ്പൊ ഞാൻ അതൊന്ന് കണ്ടതൊക്കെ എഴുതി ഒന്ന് വൃത്തിയായിട്ട് പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നല്ല മഴ പെയ്തു. മഴയത്ത് നല്ല രസമാണെങ്കിലും ഇടിമിന്നലുണ്ടെങ്കിൽ പേടിയാവും. മഴ കുറയാണെങ്കിൽ പോവാം, എന്തായാലും റെഡി ആയിട്ടിരിക്കാം. സെറ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. മഴ കുറയായിരിക്കും. മഴ കണ്ടിട്ട് മഴയത്ത് കുളിക്കാൻ തോന്നുന്നുണ്ട്. രസമായിരിക്കും. അമ്മ റെഡി ആയിരിക്കും, പോയി നോക്കണം. ഞങ്ങള് അമ്മ ഇപ്പൊ പറയായിരിക്കും നോക്കാം, പോയി നോക്കാം. അമ്മയും വരുന്നുണ്ട്. ഞാനും മാളും കഴിഞ്ഞ ദിവസം മഴ കൊണ്ടപ്പോ പറഞ്ഞ മിന്നലടിച്ച മിന്നൽ മുരളി, മിന്നൽ അഞ്ചു, മിന്നൽ മാളു. മാളു എന്ന് പറഞ്ഞ മിന്നൽ മഞ്ജു, മഞ്ജു മഞ്ജുവിന് പെട. അമ്മേനെയും കൂടെ അമ്മ ഉണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ മഴ പെയ്യുന്നതിനെ കൂടെ അമ്മ എന്താ പറയാന്ന് നമുക്ക് നോക്കാം. മഴ അങ്ങ് കേൾക്കുന്നുണ്ടോ പറയുന്ന? മൈക്കൊന്നും വെച്ചില്ല. അമ്മ നിങ്ങൾ റെഡി ആയില്ലല്ലോ അല്ലേ? ഞാൻ ഫുൾ സെറ്റ് ആയിട്ട് കണ്ടോ? ഞാൻ റീലിട്ടുണ്ട്, കണ്ടിതോ? ആ അതെ അതെ, കണ്ടോക്ക്. കൊള്ളാമിട്ടുണ്ട് അമ്മനെ. നിങ്ങൾ ഇതാക്ക്, കാളിക്ക് ഭയങ്കര അമ്മ പറയുന്നത് കേക്കണ്ടല്ലോ. നോക്കി കണ്ടോക്കിയത് സൗണ്ട് കേക്ക്, മഴയായിട്ട് കേക്കുണ്ട്. പക്ഷെ സീക്രട്ട്ലി അമ്മല്ലേ 2 വർഷം നിൽക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ അല്ല കേട്ടോ. എന്നിട്ട് ഈ റീലാണ് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാൻ തളർന്നത്. അതിനുശേഷം ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യാണ്ടിരുന്നത്. സത്യോ, എന്റെ വിചാരം ഞാനേന്നു. പക്ഷെ എഡിറ്റ് ചെയ്ത സ്ലോ മോഷൻ ആക്കിയപ്പോഴാണ് അമ്മ വെറുതെ അറിഞ്ഞില്ലെങ്കിൽ ഇതിനെ അറിയിക്കുന്നത്. ഞാൻ അറിഞ്ഞു. അല്ല, ഞാൻ ഏട്ടൻ തന്നെ ആയിരിക്കുന്ന വിചാരിച്ചേ. പക്ഷെ ഞാൻ ജയിച്ചു ഞാൻ വിചാരിച്ചല്ലോ. പക്ഷെ ആ വിചാരം സത്യമല്ലാതെ അറിഞ്ഞപ്പോ ഞാൻ തളർന്നു പോയി. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ കളത്തിനെ പിടിച്ച് വീഡിയോ സ്ലോ മോഷൻ ആക്കിയപ്പോ അതിലെ കണ്ടു. അതെ, അവനായ മക്കളൊക്കെ ആവുമ്പോഴേ ഇപ്പൊ മനസ്സിലായി ഇതായിരുന്നല്ലേ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഏത് കാലത്ത് ഇങ്ങനെ പേടിക്കണ്ടത്.
ഓക്കെ അമ്മ അത് കൊളാബ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെ പ്രൊഫൈലിൽ ആ വീഡിയോ വരും, ഞാൻ ചെയ്തുതരാം. വേണം വേണം വേണം, രസല്ലേ? ചെയ്തുതരാം. എന്നാ നമുക്ക് ചായ കുടിക്കാം, അപ്പൊ മഴ കുറഞ്ഞാലോ. ഓക്കെ, അത് ഏട്ടന് തന്നെ. അന്റെ നോക്കണേ. മൂന്നാമതിന് ജയിച്ചില്ല, മൂന്നാമത്തെ വേണം. അതില്ല ആൾക്കാനായിട്ട് അല്ല, അപ്പോഴൊരു മൂന്നാമത്തെ 2 ഏട്ടന് ഒന്നേ കിട്ടിയുള്ളൂ. അയ്യേ നിൽക്കുന്ന അങ്ങനെയല്ല, കുളിക്കാൻ പോകുന്നതിനെ കൊണ്ട് അയ്യേ പറഞ്ഞ. അപ്പൊ എന്നാ എനിക്കിത് വണ്ടി വേണല്ലോ, നീ അന്ന് ഇങ്ങോട്ട് വാണ്ടത്, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് തരാം. നാളെ അല്ലേ, എനിക്കിപ്പാണെന്നല്ലേ പറഞ്ഞത്. നാളെ ഞാൻ വണ്ടി മേടിക്കാൻ പോവാ. റിവീൽ എന്റെ ചാനലിലായിരിക്കും റിവീൽ ചെയ്യുന്നത്. എന്നാ ഇതൊക്കെ എടുക്കാൻ പറ. അല്ല, നീ സീവിഡിൽ കേറിയിട്ടാണോ? മമ്മയുടെ താഴെ ഓക്കെ ശരി, വാച്ചാ പിടിക്കാം. ആ ഓക്കെ, എന്നിട്ട് വയാൻ താഴെ. അതെന്നെ കൽപ്പന എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മറ്റേ ഇതില്ലേ, കിടക്കോട് പോകുന്നുണ്ടാണ്ടല്ലേ, കൽപ്പന തെറ്റിപ്പോണ തെറ്റിപ്പോയിട്ട് വേറെ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടല്ലോ. അതേപോലെ ഞാന് എന്റെ ഇങ്ങനെ എന്തോ സ്നേഹത്തിന്റെ എന്റെ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെയാണ് ഇപ്പം കണ്ടതെല്ലാം. മഴ ഇതാ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ച് ഒന്ന് പവറായിട്ട് പോകാനുള്ള പരിപാടിയാണ്. വേഗം കുടിക്കാം. ദസുരുമ്പി ചേച്ചി കോഴിക്കോട് അമ്മ നല്ല പോയിണ്ടായിരുന്നു. അപ്പം ഏച്ചി എന്തൊക്കെയോ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് കൊടുത്തയച്ചതാ. ഏച്ചി അല്ല, ജിതിൻ തന്നെ. നിങ്ങൾക്ക് തന്നാണേലും ഏച്ചി തന്നല്ലേ നിങ്ങൾക്ക് തന്നത്? ഓ അടിപൊളി അടിപൊളി. ഇതൊക്കെ വേഗം ചീത്തി വന്നതിന് മുമ്പ് തിന്നാം. സെറ്റ്. നമുക്ക് കാറുണ്ട്, ആമി വരും. അപ്പൊ നമുക്ക് കാറിൽ പോവാം. ആമി പീരിയഡ്സ് ആണ്, പക്ഷെ അവള് നമ്മളെ കൂടെ വരാന്ന്. സൂസി ഇവിടെ സ്കൂളില് എവിടെ അറിയോ, നമ്മുടെ അവിടെ കുസുമേരി ഹോസ്പിറ്റലിൽ ഇല്ലേ, അതിന്റെ അടുത്ത്. എന്തോ മണ്ടത്തരം ചെയ്ത് ചാർജിന്റെ സ്വിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ വ്ളോഗ് ചെയ്യலாம், ചാർജ് ചെയ്യട്ടെ കുറച്ച് ഫോൺ. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടാ. ഞങ്ങളിപ്പോ വരാട്ടാ. ഇപ്പൊ ദേഷ്യം വരും ബുക്ക് ഞങ്ങളെ കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോകുന്ന അമ്മേനേന്ന്. ഇന്നലെ തന്നെ കൊണ്ടുപോയിട്ട് പണ്ടേ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. എന്റെ കയ്യിൽ മാസ്ക് ഉണ്ടാവും എപ്പോഴും. ഞാൻ പറയുമ്പോളേ കൽപ്പന ഒരു 5 കിടക്കോളൊന്നും പോകുന്നുണ്ടല്ലേ, പിണങ്ങിപ്പോയി തോന്നുന്നു ഇല്ലത്. അങ്ങനല്ല. അവള് എന്തെങ്കിലുമൊക്കെ തിന്നോട്ടോ. എന്തെങ്കിലും അങ്ങനെ ട്രിം ചെയ്ത പോലെ എന്തിനാ ഷേവ് ചെയ്യണത്? ചിലപ്പോ ഷേവ് ചെയ്യാറില്ല. ഷേവ് വൃത്തിയായിരിക്കുന്നു. നമുക്ക് ഇതിനെക്കാട്ടി ഇച്ചിരി വളർന്ന് യൂണിഫോം ആയിട്ടിരിക്കണം. പക്ഷെ ചുമ്മാ അവിടെ ഇവിടെ കണ്ട് ഏതാ Amna, please go back to your crew cut with trimmed beard. രണ്ട് മൈക്ക് അമ്മാര് സാധനം വിട്ടാ ഒന്നും കിട്ടില്ല. അമ്മ ഇവിടെ കത്തി അടിച്ചായിരുന്നു.
മറ്റേ എന്താണ് അച്ഛനെ പോലെ തന്നെയാണ്. ആരെങ്കിലും ഒരു പാന്റ് ഷർട്ട് ഇട്ട് നല്ലതെന്ന് പറഞ്ഞപ്പോ ദൂരെ അമ്മ അവിടെ എന്താ ഷുഗർ കട്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് ഫൈബറിന്റെ ഡ്രിങ്ക് കുടിക്കുന്നു. വർക്കൗട്ട് ചെയ്ത കാലം വന്നു. എന്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സോട് പോയി വന്നിട്ട് എടുക്കണൊക്കെയാണ്. എന്റെ കഴിഞ്ഞില്ല. ഞങ്ങൾ ഞാൻ മറ്റേ ഇന്നിപ്പോ ചെയ്തിനോടാണ് ചെയ്ത ഞാൻ എടുക്കുന്നില്ല മെമ്പർഷിപ്പ്. ഞാൻ ചെയ്തിന്റെ മെമ്പർഷിപ്പ് ആർക്കും ഈ വേണമെങ്കിൽ ഏതെങ്കിലും ലോറിന് ലോറിന് മുന്നിൽ പോയി ചാടി ചിലപ്പോൾ ലോറി മറിയാനല്ല നമുക്കൊന്നും സംഭവിക്കില്ല. കിട്ടില്ല. അവിടെ അവിടെ കാണാം. ടാറ്റാ. അല്ല ഇന്നലെ സുരേഷ് അവിടെ കുറെ നേരം ഒറ്റയ്ക്കായല്ലോ. അജു എന്നെ ഇതാക്കാൻ വേണ്ടി വിളിച്ചതാ. എന്റെ റീല് കണ്ടിട്ട് എനിക്ക് ആ സ്ക്രീൻ സ്പേസ് കൂടുതൽ തെണ്ടി. ഞാൻ വെച്ചോണ്ട് അഹങ്കാരം കുറയണെങ്കിൽ അവനോട് നാല് വർത്താനം പറഞ്ഞു. ആ വാള് ഇവര് വരും, ഒന്നാദ്യം രണ്ടാദ്യം ഇവര് വരും കേട്ടോ. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ പറഞ്ഞ് ഇവര് ഏട്ടനും അജുവും ഗായും ട്രിപ്പ് പോവാ. എന്തൊക്കെ ഇത്ര വിഷമം മുഖത്ത് ആൾക്കാർക്ക് എന്ത് സ്വഭാവം. അവര് ട്രിപ്പ് പോവാ. അവര് മൂന്നാളും മാത്രം. മാളും ട്രിപ്പ് പോവാണ്. പക്ഷെ അവരെ കൂടെ അല്ല, വേറെ. പക്ഷെ ഇവരെല്ലാരും ട്രിപ്പ് പോവാണ്. അപ്പൊ ഞാൻ വീട്ടിലാണ്. അപ്പം ഏട്ടനും ഞാൻ പണ്ട് ഭയങ്കര സീനാക്കുന്നു. എന്നെ കൂട്ടാണ്ടൊക്കെ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര സീനാവുന്നു. പക്ഷെ ഞാനിപ്പോ വലുതായി ഞാൻ സീനാക്കൂലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഞാൻ മെച്ചൂർഡായിട്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നതെങ്കിൽ എന്റെ ഏട്ടന്റെ മുഖത്ത് പട്ടിപ്പുച്ഛം. ഇവരെന്തിനെ കാണിക്കുന്നത്? അപ്പോഴേക്കും അങ്ങനെ ആവും ഞാൻ. പീസ് ഇസ് ദ ന്യൂ പവർ. ഓക്കെ, പീസ് ഇസ് ദ ന്യൂ പവർ. അല്ല പക്ഷെ ഇവള് ഞാൻ ഇവിടെ മൈൻഡ് ആക്കലില്ല. ഞാൻ അതല്ല ഇപ്പൊ ഗായ എന്തിനെ വിളിച്ച് പറഞ്ഞതല്ലേ, ഞാനും അജുവിനൊന്നും യുവക്ക് വിഷമം എന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷയമല്ല. അങ്ങനല്ല, ഞങ്ങൾ പോണ് ഞങ്ങളിതിൽ പോണ്, എനിക്ക് പോണ അവളിതിൽ പോ, അങ്ങനെയാണ്. ബ്ലോഗ് മുഖത്തുണ്ടല്ലോ. ഞാൻ അതിലെ കയറില്ല. എന്തിനാ അതിലെ കയറണം? ഫുൾ വെള്ളാണ്. തവളെത്തിണ്ടല്ലോ. ഈ ബ്ലോഗും ഇതെല്ലാം ഈ ഫോണൊന്ന് പിടിക്ക്. യെസ്, ലെറ്റ്സ് ഗോ. ഫുള്ള് വെള്ളം. ഈ വെള്ളത്തിലല്ലേ ഫുൾ തവളപൊട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തേക്ക് ഈ വെള്ളം ഫുൾ വറ്റിയപ്പം അത് ഇവിടെ പോയി ആ മണ്ണിലേക്ക് അലിഞ്ഞു പോയിണ്ടാവും. എന്തെങ്കിലും ചെയ്യാം. അത് ഇത് ഇവിടെയായിരുന്നു. പക്ഷെ അവിടെ മറ്റേ കുസുമഗിരി ആ സൈഡ് ഞാൻ പറ റൈറ്റ് എടുക്ക്. റൈറ്റ് എടുക്കുന്നത് ആമി വയ്യേ വയ്യേ. भैया वो उधर डालेगा भी ना, वो उधर डालेगा ना तो इसको फुल डर എത്ര പോകണം? നമുക്ക് വരണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാക്കണോ? ആക്കണതൊക്കെ അല്ല, ഇത് ഇടിമില്ലാണ് നമുക്ക് തിരിച്ചു പോകാൻ. അതിന്റെ പോവാലും അയ്യോ പതുക്കെ പതുക്കെ എനിക്ക് പേടി വേണം. മെല്ലെ 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 പതുക്കെ പ്ലീസ്. ഡിസ്ലൊക്കേഷൻ. സേഫ് ലാൻഡിങ്. നല്ല ഇടിയും മിന്നലൊക്കെയാണ്. നമ്മൾ ഇറങ്ങും അറിയില്ല. അമ്മേനെയും കൂടി വിളിച്ചതിലാണ്. നമ്മൾ മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല.
അമ്മയാണെങ്കിൽ സാധാ വിളിച്ച എവിടെയും വരൂല്ല, ഇതമ്മ വിളിച്ചപ്പോ ആ ആണ്, എന്നാലും അമ്മ ഒരിക്കലും സമ്മതിക്കലേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. ആഹാ, ഇവിടുന്ന് ഡാൻസ് ചെയ്യാട്ടോ, നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ ഡാൻസ് പഠിച്ചു. അയ്യോ, അവളെ ഇവിടെ പറ്റില്ല. വേണ്ട 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 വേണ്ട, ഞങ്ങൾ പഠിച്ച സ്റ്റെപ്സ്. പക്ഷെ ആമി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കളിച്ചത് അറിയില്ല കേട്ടോ. ഇവിടെ ഫ്ലാറ്റ് ഇത് 2 നെക്സ്റ്റ് അടുത്ത ഫ്ലോർ ആയിരിക്കും. ഇതാ ഇത് 2 ഇത് കണ്ടോ, ഇതൊക്കെ 30 സംതിങ് അല്ലേ മുകളിലായിരിക്കില്ല. അല്ല, ഇവിടുത്തെ എനിക്കറിയാൻ പാടില്ല മോള്, എനിക്ക് ഓർമ്മയില്ല. അന്ന് അനന്തോ ഏട്ടനുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. തുറന്നു കയറി, അത്രേ ഉള്ളൂ. അമ്മ ഇനി വരും, എന്ത് വിധീത് വല്ലാത്ത ചതീത്. അപ്പൊ വയ്യ മക്കളെക്കളെ കൂടെ ഞങ്ങൾ ബ്ലോക്ക് മാറിപ്പോയി. ഇതല്ല, ഇല്ല, ഇത് തന്നെ അടുത്താന്ന് തോന്നുന്നു. ഇതാ, ഇത് ടവർ 2, മറ്റേ 3 ആണ്. 3 ആണ്. അതെ, ലൈറ്റ് ഓഫ് ചെയ്ത ഇതെനിക്ക് തോന്നുന്നു ഫ്ലാറ്റിൽ നമ്മൾ ഹൈറ്റിൽ വന്നപ്പോഴേ മറ്റേ നന്നായിട്ട് കാണുന്നു. ഞാൻ കണ്ടായിരുന്നു ഭയങ്കര ഇടിമിന്നലൊക്കെ. ഞങ്ങള് പോയി, ഒക്കെ അറിയാൻ പാടില്ല, പേടിയാവുന്നത്. മാളു മാത്രമേ മിന്നൽ ഇങ്ങനെ എന്താ പറയാ ലൈനൊക്കെ ആയിട്ട് കണ്ടെന്നാ പറഞ്ഞ. പക്ഷെ വേറെ ആരും കണ്ടില്ല. അപ്പൊ ഞാൻ വെച്ചു കുറച്ചു നേരം നോക്കിക്കാണ്, നമുക്ക് നോക്കാം വരുമല്ലേ. ഒരു 10 മിനിറ്റ് ഞങ്ങൾ നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പം പ്ലാനൊക്കെ ഫ്ലോപ്പായി. അതെന്തിനാ വേഗം വീട്ടിലെത്തില്ല? ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? മരുന്ന് കഴിച്ചിട്ട്? ആ, ഇന്നലെ മരുന്ന് അല്ല അങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനും വിചാരിച്ചു ഇന്നാണ് മരുന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് 4 മണിക്ക്. അത് കഴിച്ചപ്പോ നമുക്ക് പ്രശ്നം തോന്നിയില്ല എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും പ്രശ്നം ഉണ്ടാവില്ല. ഇത് 8 മണിയുടെ കുറിച്ചുണ്ടാവുമ്പോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എവിടെ എത്തി? ഇത് വണ്ണ് അല്ലേ? ആ, 1-ലാണോ? അത്ര ഉള്ളു ഇന്നത്തെ ബ്ലോഗ്. എന്താ പറയാ, ഒന്നും പറയാല്ല. അപ്പൊ ടാറ്റ, ബൈ ബൈ.